Now we can discuss the action effect sequence. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ഡ്രഗിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ഡ്രഗ് നമ്മൾ നേരത്തെ പറഞ്ഞ 4 ടാർഗറ്റ് മോളിക്യൂൾസിൽ വന്ന് ഇനീഷ്യൽ കോമ്പിനേഷൻ നടത്തുന്നതാണ്. ഓക്കെ, അത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന എഫക്റ്റ് ആണ് ഡ്രഗിന്റെ എഫക്റ്റ് എന്ന് പറയുന്നത്. മെക്കാനിസം ഓഫ് ആക്ഷനിൽ ടാർഗറ്റ് മോളിക്യൂളിൽ വന്ന് കൺഫോർമേഷണൽ ചേഞ്ച് ഉണ്ടാക്കാം അല്ലെങ്കിൽ കൺഫോർമേഷണൽ ചേഞ്ച് പ്രിവെന്റ് ചെയ്യാം. ഈ രണ്ടിൽ ഏതെങ്കിലും ആയിരിക്കും ഡ്രഗിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. Now coming to drug effects, ഈ കൺഫോർമേഷണൽ ചേഞ്ച് ഉണ്ടായാലോ ഉണ്ടായിട്ടില്ലെങ്കിലോ അതിലുണ്ടാവുന്ന ബയോളജിക്കൽ ഫങ്ഷനിൽ ഉണ്ടാവുന്ന എഫക്റ്റ് ആണ്, ചേഞ്ച് ആണ് ഡ്രഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡ്രഗ് ആക്ഷൻ ഈസ് ദ ഇനീഷ്യൽ കോമ്പിനേഷൻ ഓഫ് ദ ഡ്രഗ് വിത്ത് ഇറ്റ്സ് റിസപ്റ്റർ റിസൾട്ടിംഗ് ഇൻ എൻ കൺഫോർമേഷണൽ ചേഞ്ച് ഇൻ ദ later or prevention of conformational change through the exclusion of agonist. That may be the mechanism of action in the receptor. In coming to drug effect, it is the ultimate change in the biological function brought about as a consequences of drug action through a series of intermediary steps. Now let's discuss what are the drug effects or drug actions. നമ്മളൊരു ഡ്രഗ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡ്രഗിന്റെ എഫക്റ്റ് ഈ പറയുന്ന 5 ആക്ഷൻസിൽ ഒന്നോ ഒന്നിൽ കൂടുതലോ ആയിരിക്കും. ഓക്കെ, സ്റ്റിമുലേഷൻ, ഡിപ്രഷൻ, ഇറിറ്റേഷൻ, replacement and cytotoxic action. So what is stimulation? After the drug bind with the receptor, the effector cell may stimulate the effect of specialized cell. So it refers to selective enhancement of level of activity of specialized cell. Example, adrenaline, which will stimulate the heart cell, pilocarpine, which will stimulate the salivary gland. So what will happen if heart is stimulated? Force of contraction increases, heart rate will increases. What will happen? Salivary gland stimulate, it will produce more salivary secretions. So that is the stimulation. Now what is depression? If the drug action or drug after the mechanism of action, the effector cell diminish the effect of specialized cell. It means the selective diminution of activity of specialized cell. Example, barbiturate, which will depress the CNS. Quinidine, which will depress the heart rate. So quinidine കൊടുക്കുന്ന സമയത്ത് ഹാർട്ടിലാണ് ഈ റിസപ്റ്റർ ഉണ്ടാവുക. ആ റിസപ്റ്റർ ആക്ട് ചെയ്യുന്ന സമയത്ത് ഹാർട്ട് സെല്ലിനെ ഡിപ്രസ് ചെയ്യാണ് ചെയ്യുക, ഹാർട്ട് റേറ്റ് കുറയുകയൊക്കെ ചെയ്യും. ഓക്കെ, നൗ കമ്മിങ് ടു തേർഡ് ഡ്രഗ് ആക്ഷൻ, ദാറ്റ് ഈസ് ഇറിറ്റേഷൻ. സംടൈം നോൺ സെലക്റ്റീവ് ഓഫൻ നോക്ഷ്യസ് എഫക്ട് ഈസ് പെർട്ടിക്കുലർലി അപ്ലൈഡ് ടു ദ സ്പെഷ്യലൈസ്ഡ് സെൽ മേ ഒക്കർ ഡ്യൂ ടു ദ ഡ്രഗ് ആക്ഷൻ. ഇറിറ്റേഷൻ ഒക്കെ ഉണ്ടാക്കുക, എപ്പിത്തീലിയൽ ആൻഡ് കണക്റ്റീവ് ടിഷ്യൂസിലൊക്കെ ഇറിറ്റേഷൻ ഉണ്ടാക്കുക എന്നുള്ളത്. ആൻഡ് ഫോർത്ത് ഡ്രഗ് ആക്ഷൻ ഈസ് റീപ്ലേസ്മെന്റ്. യൂസ് ഓഫ് എ നാച്ചുറൽ മെറ്റബോളൈറ്റ്സ്, ഹോർമോൺ ഓർ ദെയർ കോൺഗർ ഇൻ ഡെഫിഷ്യൻസി സ്റ്റേറ്റ്. നമ്മൾ കൊടുക്കുന്ന ഡ്രഗ് നമ്മളെ ബോഡിയിൽ ഹോർമോൺ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. മെറ്റബോളൈറ്റ്സ് അതിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അതിന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. ഫോർ എക്സാമ്പിൾ, ലിവോഡോപ്പ ഇൻ പാർക്കിൻസോണിസം. പാർക്കിൻസോണിസത്തിൽ ഡോപ്പമിൻ എന്ന് പറയുന്നതിൻ്റെ ലെവൽ കുറയുന്നതുകൊണ്ടാണ് നമുക്ക് പാർക്കിൻസോണിസം എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഡോപ്പമിൻ ആയിട്ട് നമുക്ക് ഡ്രഗ് കൊടുക്കാൻ പറ്റില്ല, കാരണം അത് പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്ത് പോകും. അതുകൊണ്ട് ലിവോഡോപ്പ എന്ന് പറയുന്നതിൻ്റെ പ്രോ ഡ്രഗ് ആയിട്ടാണ് കൊടുക്കുക. ഇൻസുലിൻ ഇൻ ഡയബറ്റിക്സ്. ഇൻസുലിൻ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്നതാണ്, അതിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാവുന്ന സമയത്താണ് നമ്മൾ ഇൻസുലിൻ കൊടുക്കാറുള്ളത്. സോ ദാറ്റ് ഈസ് ദ റീപ്ലേസ്മെന്റ്. നൗ കമ്മിങ് ടു ലാസ്റ്റ് വൺ, സൈറ്റോടോക്സിക് ആക്ഷൻ. ദിസ് എ സെലക്റ്റീവ് cytotoxic action for the invading parasite or cancer cell, attenuating them without significantly affecting the host cell, which is utilized for the cure, palliation of infection and neoplasm. Example is penicillin, chloroquine, zidovudine and cyclophosphamide. Anti-cancer drugsകളും ആൻറ്റിബയോട്ടിക്സുകളൊക്കെ കൊടുക്കുന്നത് സൈറ്റോടോക്സിക് ആക്ഷന് വേണ്ടിയിട്ടാണ്. ആ ഒരു സെല്ലിനെ കില്ല് ചെയ്യുക. അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളെ ബോഡിയിലോട്ട് പുറത്തുനിന്ന് വന്നിട്ടുള്ള ഒരു സെല്ല്, അത് ചിലപ്പോൾ ക്യാൻസർ സെല്ലായിരിക്കാം. ക്യാൻസർ സെല്ല് നമ്മളകത്ത് തന്നെ ഉണ്ടാകുന്നതാണെങ്കിൽ കൂടി അൺവാണ്ടഡ് ഗ്രോത്ത് ആണ്. അപ്പോൾ അതിനെ മാത്രം സ്പെസിഫിക് ആയിട്ട് കില്ല് ചെയ്യുന്നതായിരിക്കാം ഡ്രഗിൻ്റെ ആക്ഷൻ. സോ എക്സാമ്പിൾ, പെൻസിലിൻ, ക്ലോറോക്വിൻ, സിഡോവുഡിൻ ആൻഡ് സൈക്ലോഫോസ്ഫേറ്റ്. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡ്രഗ് ആക്ഷൻ. ഡോണ്ട് കൺഫ്യൂസ് വിത്ത് മെക്കാനിസം ഓഫ് ആക്ഷൻ ആൻഡ് ഡ്രഗ് ആക്ഷൻ. മെക്കാനിസം ഓഫ് ആക്ഷൻ എങ്ങനെയാണ് ഡ്രഗ് ബോഡിയിൽ ആ ഒരു ആക്ഷൻസുകൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ അയോൺ ചാനൽ ആയിരിക്കാം, ട്രാൻസ്പോർട്ടർ ആയിരിക്കാം, എൻസൈം ആയിരിക്കാം, അല്ലെങ്കിൽ റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്തിട്ടായിരിക്കും. ദാറ്റ് ഈസ് എ മെക്കാനിസം ഓഫ് ആക്ഷൻ.
അത് ആ മെക്കാനിസം ഓഫ് ആക്ഷൻ ഉണ്ടായത് കൊണ്ടുണ്ടാവുന്ന ബോഡിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസുകളാണ് ഡ്രഗ് ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുക. ഓക്കെ, നൗ coming to combined effect of the drug. So what will happen if we are combining two drugs together for a treatment? രണ്ട് ഡ്രഗ് ഒരുമിച്ച് നമ്മളെ ബോഡിയിൽ കൊടുക്കുന്ന സമയത്ത് എന്തൊക്കെ എഫക്ട്സുകളാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. So we will discuss about the synergism and antagonism. So what is combined effect and what are the different combined effects? Combined effect of the drug may be either synergism or antagonism. What is synergism? Effect of one drug may increase the effect of another drug. That is known as synergism. ഒരു ഡ്രഗ് വേറൊരു ഡ്രഗിന്റെ കൂടെ കൊടുക്കുമ്പോൾ ആ ഡ്രഗിന്റെ എഫക്റ്റ് കൂടുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സൈനർജിസം എന്ന് പറയുന്നത്. അന്റഗോണിസം മീൻസ് വൺ ഡ്രഗ് വിൽ ഡിമിനിഷ് ദ എഫക്റ്റ് ഓഫ് അനദർ ഡ്രഗ്. ഒരു ഡ്രഗ് കൊടുക്കുന്നത് വേറൊരു ഡ്രഗിന്റെ എഫക്റ്റ് കുറക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് അന്റഗോണിസം എന്നാണ് പറയുക. ആൻഡ് സൈനർജിസം ക്യാൻ ബി ഓഫ് അഡിറ്റീവ് ഓർ സൂപ്പർ അഡിറ്റീവ് ഓർ പൊട്ടൻസിയേഷൻ. And antagonism may be of physiological, chemical antagonism, physiological or functional antagonism, and receptor antagonism. Now coming to first one, synergism. If the action of one drug facilitated or increased by another action, another drug is known as synergism. It may be of additive or supraadditive. So what is additive? From the word suggests, the two drugs will act in same direction and it will simply add up. 1 plus 1 is equal to 2 എന്ന് പറയുന്നതാണ് അഡിറ്റീവ് എന്ന് പറയുന്നത്. സോ എഫക്റ്റ് ഓഫ് എ പ്ലസ് ബി വിൽ ബി ഈക്വൽ ടു എഫക്റ്റ് ഓഫ് എ പ്ലസ് എഫക്റ്റ് ഓഫ് ബി. രണ്ട് ഡ്രഗ്സുകൾ ഒരുമിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് രണ്ടും കൂടി കൂട്ടിയാൽ എത്രയാണോ കിട്ടുന്നത് അതായിരിക്കും അഡിറ്റീവ് എഫക്ട്സ് എന്ന് പറയുന്നത്. എഫക്റ്റ് ഓഫ് എ പ്ലസ് ബി ഈക്വൽ ടു എഫക്റ്റ് ഓഫ് എ പ്ലസ് എഫക്റ്റ് ഓഫ് ഡ്രഗ് ബി. So examples are amlodipine and atenolol for anti-hypertensive treatment, aspirin and paracetamol for analgesic and antipyretic action. These are some examples for additive effects: aspirin, paracetamol for analgesic, nitrous oxide and allothane for general anesthetic, amlodipine, atenolol for anti-hypertensive action. Now coming to supra-additive action or supra-additives. Okay, it is the effect of combination is greater than the individual effect of the components. If 1 plus 1 is equal to 3 എന്ന് വിചാരിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതാണ് സൂപ്പർ അഡിറ്റീവ് എഫക്ട്സ് എന്ന് പറയുന്നത്. എഫക്റ്റ് ഓഫ് എ പ്ലസ് ബി വിൽ ബി ഗ്രേറ്റർ ദാൻ എഫക്റ്റ് ഓഫ് എ പ്ലസ് എഫക്റ്റ് ഓഫ് ബി. ഓരോ ഡ്രഗും സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്ന സമയത്ത് കിട്ടുന്ന എഫക്റ്റിനേക്കാളും കൂടുതലായിരിക്കും രണ്ട് ഡ്രഗും ഒരുമിച്ച് കൊടുക്കുന്ന സമയത്ത് കിട്ടുന്ന എഫക്റ്റ്. എക്സാമ്പിൾസ് ആർ ലിവോഡോപ്പ പ്ലസ് കാർബിഡോപ്പ ഓർ ബെൻസറാസൈഡ് വിച്ച് വിൽ ഇൻഹിബിറ്റ് ദ പെരിഫറൽ മെറ്റബോളിസം. ഈ ലിവോഡോപ്പ എന്ന് പറയുന്ന സാധനത്തിന് ഡോപ്പോ കാർബോക്സിലേസ് എന്ന് പറയുന്ന ഒരു എൻസൈം പെട്ടെന്ന് ഡീഗ്രേഡ് ചെയ്യും. അപ്പോൾ ലിവോഡോപ്പന്റെ കൂടെ ആ എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന കാർബിഡോപ്പ അല്ലെങ്കിൽ ബെൻസറാസൈഡ് എന്ന് പറയുന്ന ഡ്രഗും കൂടി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിവോഡോപ്പന്റെ ഡീകാർബോക്സിലേഷൻ പ്രിവെന്റ് ചെയ്യുകയും ചെയ്യും, ഇതിന്റെ എഫക്റ്റ് കൂടുകയും ചെയ്യും. സോ ഇതാണ് സുപ്രാ അഡിറ്റീവ് എഫക്ട്സ് എന്ന് പറയുന്നത്. നൗ കമ്മിങ് ടു അന്റഗോണിസം. ഇഫ് ദ one drug decreases or abolishes the action of another, it is known as antagonism. So effect of A plus B will be less than effect of A plus effect of drug B. രണ്ട് ഡ്രഗ് ആഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് ശരിക്കും കിട്ടേണ്ടത് കൂടുതലാണ്, പക്ഷേ എഫക്റ്റ് അതിനേക്കാളും കുറവാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് അന്റഗോണിസം എന്ന് പറയും. ആൻഡ് അന്റഗോണിസം മേ ബി ഓഫ് ഫിസിക്കൽ, കെമിക്കൽ, ഫിസിയോളജിക്കൽ ഓർ receptor antagonism. So let's start with the physical antagonism. This is based on the physical property of the drug. Example is charcoal adsorb alkaloids. ചാർക്കോൾ എന്ന് പറയുന്നത് ഒരു അഡ്സോർബൻ്റ് ആണ്. അപ്പോൾ ആൽക്കലോയിഡ് പോയിസണിങ്സിലൊക്കെ ആൽക്കലോയിഡിന്റെ എഫക്റ്റിനെ കുറക്കാൻ വേണ്ടി ആൽക്കലോയിഡ് ചാർക്കോളിൽ അഡ്സോർബ് ചെയ്യുന്ന സമയത്ത് ആൽക്കലോയിഡിന്റെ ഡ്രഗ് എഫക്ട്സ് കുറയും. അപ്പോൾ അങ്ങനെ അത് ഫിസിക്കലായിട്ട് അന്റഗോണൈസ് ചെയ്യുന്നതായിരിക്കാം, ഫിസിക്കൽ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട്. Second one is chemical antagonism, when two drugs react chemically and form an inactive product. Example is thiopentone sodium, succinyl choline chloride when mixed in a syringe. Thiopentone sodium is an general anesthetic and succinyl choline is an muscle relaxant. If we combine these two, it will react together and it will form an inactive material. So it should not be combined in same syringe. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഒരു 15 മിനിറ്റ് ഗ്യാപ്പിൽ സെപ്പറേറ്റ് സിറിഞ്ചിൽ നമ്മൾ ഇഞ്ചെക്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, നൗ കമ്മിങ് ടു physiological or functional antagonism. Two drugs act on different receptor by different mechanism, but the opposite avert action effect on the same physiological function. Example is histamine and adrenaline on bronchial muscle and BP.
ഹിസ്റ്റമിൻ ബ്രോങ്കോ കൺസ്ട്രിക്ഷൻ ഉണ്ടാക്കുന്ന സാധനമാണ്. അഡ്രിനാലിൻ ബ്രോങ്കോ ഡയലേഷൻ ഉണ്ടാക്കുന്ന സാധനമാണ്. ഇത് രണ്ടും രണ്ട് സെപ്പറേറ്റ് റിസപ്റ്ററിൽ ആക്ട് ചെയ്തിട്ടാണ് ഓപ്പോസിറ്റ് ആക്ഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഹിസ്റ്റമിൻ ബ്രോങ്കസിൽ വരുമ്പോൾ ബ്രോങ്കോ കൺസ്ട്രിക്ഷൻ ഉണ്ടാക്കും, അഡ്രിനാലിൻ ബ്രോങ്കസിൽ വരുമ്പോൾ ബ്രോങ്കോ ഡയലേഷൻ ഉണ്ടാക്കും. സെയിം ഫോർ ബി പി ആൾസോ. ഹിസ്റ്റമിൻ ബി പി കുറക്കുന്ന സാധനമാണ്, അഡ്രിനാലിൻ ബി പി കൂട്ടുന്ന സാധനമാണ്. രണ്ടും രണ്ട് ഹിസ്റ്റമിൻ റിസപ്റ്ററിലാണ് ഹിസ്റ്റമിൻ ആക്ട് ചെയ്യുക, അഡ്രിനാലിൻ അഡ്രിനർജിക് റിസപ്റ്ററിലാണ് ആക്ട് ചെയ്യുക. ഓക്കെ, നൗ കമ്മിങ് ടു റിസപ്റ്റർ അന്റഗോണിസം. One drug block the receptor action of another by another. സെയിം റിസപ്റ്ററിനെ ഒരു ഡ്രഗ് ആക്ട് ചെയ്യുക. നമ്മൾ കൊടുക്കുന്ന രണ്ട് ഡ്രഗ് ഒരേ റിസപ്റ്ററിൽ ആക്ട് ചെയ്യുന്നതാണ് എന്നുണ്ടെങ്കിൽ, എക്സാമ്പിൾ ഈസ് ആന്റികോളിനർജിക് വിൽ ഓപ്പോസ് ദ കൺട്രാക്ഷൻ ഓഫ് ഇൻറ്റസ്റ്റൈനൽ സ്മൂത്ത് മസിൽ ഇൻഡ്യൂസ്ഡ് ബൈ കോളിനർജിക് അഗണിസ്റ്റ് ബട്ട് നോട്ട് ഇൻഡ്യൂസ്ഡ് ബൈ ഹിസ്റ്റമിൻ ഓർ 5-HT. This can be of competitive antagonism, non-competitive antagonism, non-equilibrium. What will be a competitive? The antagonist will be structurally similar to agonist. Non-competitive agonist, chemically unrelated. Non-equilibrium type, there will be a strong covalent bond will be there. So that is the receptor antagonism. That is all about the combined effect of drug, both synergism and antagonism. Now coming to what are the different factors modifying drug action. Body size. As the body size increases, drug action reduces. We have to increase the drug dose. Age, sex, species, genetic, route of administration, environmental factors and time of administration, psychological factor, pathological state, other state, accumulation. Accumulation is the accumulation of dose in body. Elimination നടക്കാത്തൊരവസ്ഥ വരുന്നതാണ് accumulation എന്ന് പറയുന്നത്. And tolerance. This tolerance നമുക്ക് ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളതാണ്. വാട്ട് ഈസ് ടോളറൻസ്? Tolerance is the requirement of higher dose of drug to produce a given response. നമ്മളെ ബോഡിയിൽ ഒരു ഡ്രഗ് ഇതുവരെ കൊടുത്തതിനേക്കാളും കൂടുതൽ ഡോസിൽ കൊടുക്കേണ്ട ഒരു ആവശ്യം വരാം. ഇന്ന് 500 mg കൊടുത്തതാണ്, നാളെ 500 mg കൊടുക്കുന്ന സമയത്ത് അത് എഫക്റ്റ് ഇല്ലാത്തൊരവസ്ഥ വരും. അതിനേക്കാളും കൂട്ടി കൊടുക്കേണ്ട അവസ്ഥ വരുന്നതിനെയാണ് ടോളറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ക്യാൻ ബി ഓഫ് നാച്ചുറൽ, അക്വയർഡ് ആൻഡ് ടോളറൻസ്. നാച്ചുറൽ ഫ്രം ബർത്ത് കിട്ടുന്നതാണ്. എക്സാമ്പിൾ ഈസ് റാബിറ്റ് ഈസ് ടോളറൻറ്റ് ടു അട്രോപ്പിൻ, ബ്ലാക്ക് റൈസസ് ആർ ടോളറൻറ്റ് ടു മിഡ്രിയാറ്റിക്സ്. അക്വയർഡ് നമ്മളെ ലൈഫ് ടൈമിൽ അക്വയർ ചെയ്യുന്നതാണ്. ടോളറൻസ് ഡെവലപ്പ് ടു ദ സെഡേറ്റീവ് ആക്ഷൻ ഓഫ് ക്ലോർപ്രോമസിൻ ബട്ട് നോട്ട് ദ ആന്റിസൈക്കോട്ടിക് ആക്ഷൻ. Now cross tolerance, it is the development of tolerance to the pharmacologically related alcohol. Example is alcoholics are relatively tolerant to barbiturates and general anesthetics. കൂടുതലായിട്ട് ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുന്ന ആൾക്കാർക്ക് ജനറൽ അനസ്തെറ്റിക് സാധാരണ ഡോസ് മതിയാവില്ല, കാരണം ഓൾറെഡി കിക്കായി കിടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ കൂടുതൽ ഡോസിൽ ജനറൽ അനസ്തെറ്റിക്സുകൾ കൊടുക്കേണ്ടി വരും. ആൻഡ് ഫൈനലി ടാക്കിഫൈലാക്സിസ്. This is the rapid development of tolerance when dose of drug repeated in quick succession result in the marked reduction in the response. This is usually seen by indirectly acting drugs like ephedrine, tyramine and nicotine. These drugs act by releasing catecholamine in the body, synthesis of which is unable to match the rate of release of store get depleted. അപ്പോൾ ഇത് സാധാരണ ഒരു എക്സ്പെരിമെന്റിൽ കാണുന്ന ഒരു എഫക്റ്റ് ആണ്. നമ്മളൊരു ഫാർമക്കോളജിക്കൽ റെസ്പോൺസ് കാണാൻ വേണ്ടിയിട്ട് ഒരേ ഡോസുകൾ ക്വിക്ക് സെഷനിൽ റിപ്പീറ്റ് ആയിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഒരു സമയം പെട്ടെന്ന് കൂടുതൽ ഡോസ് ആവശ്യം വേണ്ട ഒരു അവസ്ഥ വരാം. ദാറ്റ് ഈസ് ദ ടാക്കിഫൈലാക്സിസ്. ആൻഡ് ഡ്രഗ് റെസിസ്റ്റൻസ്, ഇറ്റ് ഈസ് റെഫേഴ്സ് ടു ദ ടോളറൻസ് ഓഫ് മൈക്രോ ഓർഗാനിസം ടു ദ ഇൻഹിബിറ്ററി ആക്ഷൻ ഓഫ് ആന്റിമൈക്രോബിയൽ ഏജൻസ്. നമ്മൾ ഡ്രഗ് റെസിസ്റ്റൻസ് ആന്റിബയോട്ടിക്സുകൾ കൊടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും പറയും ആ ആന്റിബയോട്ടിക് കൊടുക്കാൻ പറ്റില്ല, ചിലപ്പോൾ അത് അതിനോട് റെസിസ്റ്റൻ്റ് ആയിട്ടുണ്ട്. ലാബ് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് റിപ്പോർട്ടിൽ കാണാം this organism is resistant to this kind of antibiotics, this is susceptible to these antibiotics. അപ്പോൾ ഇതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടോളറൻ്റ് ആവുകയാണ്. മൈക്രോ ഓർഗാനിസത്തിനോട് ടോളറൻ്റ് ആവുന്നതാണ് ഡ്രഗ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആന്റിബയോട്ടിക്കിനോട് ടോളറൻ്റ് ആവുന്നതാണ് ഡ്രഗ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഫ്യൂച്ചറിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കാൻ ചാൻസ് ഉള്ള ഒരു കോസ് എന്ന് പറയുന്നത് ഡ്രഗ് റെസിസ്റ്റൻ്റ് ആണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്റ്റഡി പറയുന്നത്. കാരണം നമ്മളെ കയ്യിലുള്ള ഒരുവിധം ഡ്രഗിനോടൊക്കെ ബാക്ടീരിയാസുകൾ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസുകൾ റെസിസ്റ്റൻ്റ് ആയി എന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക. കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ കോഴ്സ് അടുത്ത കോഴ്സ് എടുക്കുന്ന സമയത്ത് ഡ്രഗിൻ്റെ എഫക്റ്റ് ഇല്ലാത്തൊരു പ്രോബ്ലം വരും. ഓക്കെ, so that is all about the combined effect of the drug and different effect of pharmacological effect of the drug. Hope it is clear. Thank you for watching this video.